ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്: ഫസ്റ്റ് പോയിന്റ്, റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസസ്, വാതകങ്ങളുടെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം. സെക്കൻഡ് പോയിന്റ്, ചാൾസ് ലോ, ചാൾസ് നിയമം. തേർഡ് പോയിന്റ്, റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസസ്, വാതകങ്ങളുടെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം. ഫോർത്ത് പോയിന്റ്, അവഗാഡ്രോസ് ലോ, അവഗാഡ്രോ നിയമം. ആദ്യമായി വാതകങ്ങളുടെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസസ്. ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു ഇഞ്ചക്ഷൻ മരുന്നിൻ്റെ കുപ്പിയെടുക്കുക. റബ്ബർ അടപ്പിൽ കാലിയായ ഒരു റീഫിൽ ട്യൂബ് ഉറപ്പിച്ച് നിർത്തുക. ട്യൂബിൻ്റെ താഴെ അഗ്രത്തിൽ ഒരു തുള്ളി മഷി കയറ്റി കുപ്പി അടയ്ക്കുക. ഈ സജ്ജീകരണത്തെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി നോക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? മഷി ട്യൂബിൻ്റെ മുകളിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. കുപ്പി പുറത്തെടുത്ത് തണുക്കാൻ അനുവദിച്ചാൽ എന്ത് നമുക്ക് നിരീക്ഷിക്കാം? കുപ്പി പുറത്തെടുത്ത് തണുപ്പിക്കുമ്പോൾ മഷിയുടെ സ്ഥാനം പഴയതുപോലെയാകുന്നു. ഇതിൽ നിന്നും വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എന്താണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്? വാതകങ്ങളുടെ വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. വാതകങ്ങളുടെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ഈ ബന്ധം തെളിയിക്കുന്ന ഒരു പരീക്ഷണത്തിലെ ചില നിരീക്ഷണങ്ങൾ ചുവടെ തരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, മർദ്ദം ഇവിടെ വ്യത്യാസമില്ലാതെ നിലനിർത്തിയിരിക്കുന്നു. ദാറ്റ് ഈസ്, പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്. ഇൻ വിച്ച് യൂണിറ്റ് ഈസ് ദ ടെമ്പറേച്ചർ സ്റ്റേറ്റഡ്? താപനില ഏത് യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്? നമുക്കറിയാം, താപനില അളക്കുന്ന 3 യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ് ആൻഡ് കെൽവിൻ. ഇവിടെ താപനില കെൽവിൻ എന്ന യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്? താപനില കൂട്ടുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? താപനില കൂട്ടിയപ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തവും കൂടുന്നു. വാതകങ്ങളുടെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ഈ ബന്ധം സ്ഥിരീകരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്വസ് ചാൾസ് ആണ്. അതിനാൽ ഈ നിയമം ചാൾസ് നിയമം എന്നറിയപ്പെടുന്നു. ചാൾസ് ലോ: അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഇഫ് V ഈസ് ദ വോളിയം ആൻഡ് T ഈസ് ദ ടെമ്പറേച്ചർ, then V/T will be a constant. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. വ്യാപ്തം V എന്നും താപനില T എന്നും സൂചിപ്പിച്ചാൽ V/T ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഈ നിയമവുമായി ബന്ധപ്പെട്ട 1-2 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. If an inflated balloon is kept in sunlight, it will burst. What may be the reason for this? വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടിപ്പോകുന്നു. അതിനുള്ള കാരണം എന്താണ്? As the air inside the balloon expands on getting the heat of the sun. വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ സൂര്യൻ്റെ താപം മൂലം ബലൂണിനുള്ളിലെ വായുവിൻ്റെ വ്യാപ്തം കൂടുകയും ബലൂൺ വികസിച്ച് ഒടുവിൽ പൊട്ടുകയും ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. വേനൽക്കാലങ്ങളിൽ വാഹനങ്ങളുടെ ടയറുകളിൽ മുഴുവനായി വായു നിറയ്ക്കാറില്ല. അതിന് കാരണം ടയർ പൂർണ്ണമായി വായു നിറയ്ക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് മൂലവും വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ റോഡും ടയറും തമ്മിലുള്ള ഘർഷണം മൂലവും ടയറിലെ വായു ചൂടുപിടിക്കുവാനും അതുമൂലം വായുവിൻ്റെ വ്യാപ്തം കൂടുകയും ഒടുവിൽ ടയർ പൊട്ടിപ്പോകുവാനും കാരണമാകുന്നു. അതിനാൽ വേനൽക്കാലങ്ങളിൽ വാഹനങ്ങളിലെ ടയറുകളിൽ പൂർണ്ണമായി വായു നിറയ്ക്കാറില്ല. ഇനി നമുക്ക്
തന്മാത്രകളുടെ എണ്ണവും വാതകങ്ങളുടെ വ്യാപ്തവും തമ്മിലുള്ള ബന്ധം നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് വോളിയം ഓഫ് ഗ്യാസസ്. A cylinder fitted with a frictionless piston is filled with a gas at 1 atm pressure and 300 Kelvin temperature. ഘർഷണരഹിതമായ പിസ്റ്റൺ ഘടിപ്പിച്ച ഒരു സിലിണ്ടറിൽ 1 atm മർദ്ദത്തിലും 300 കെൽവിൻ താപനിലയിലും വാതകം നിറച്ചിരിക്കുന്നു. What happens to the volume of the gas when its pressure is decreased or temperature is increased? മർദ്ദം കുറയ്ക്കുകയോ താപനില വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ സിലിണ്ടറിലെ വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് മാറ്റം സംഭവിക്കും? തീർച്ചയായും വ്യാപ്തം കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. If the temperature and pressure are kept constant, how can we increase the volume? താപനിലയും മർദ്ദവും സ്ഥിരമാക്കിയാലോ വ്യാപ്തം വർദ്ധിപ്പിക്കുവാൻ എന്താണ് മാർഗം? Fill the cylinder with a little more gas. സിലിണ്ടറിൽ കുറച്ചുകൂടി വാതകം നിറയ്ക്കുക. ഇപ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടുമോ കുറയുമോ? തീർച്ചയായും കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. What is the relation between the volume and the number of molecules? വാതകങ്ങളുടെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ്? When number of molecules is increased, the volume is also increased. തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം കൂടുന്നു. അതുപോലെ തന്മാത്രകളുടെ എണ്ണം കുറയുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം കുറയുന്നു. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ഈ ബന്ധം കണ്ടെത്തിയത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അമീഡിയോ അവഗാഡ്രോയാണ്. അതിനാൽ ഈ ബന്ധം അവഗാഡ്രോ നിയമം എന്നറിയപ്പെടുന്നു. അവഗാഡ്രോസ് ലോ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും.